ഹലോ കുട്ടികളെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിന് പോകുന്ന സമയത്ത് ഒരിക്കലും എന്താണ് ഈ ഒരു ഏരിയ മിസ്സാവരുത്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ സ്കിപ്പ് ആവരുത്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം പഠിച്ചാൽ എന്താണ് ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. നമ്മൾ ഗവൺമെൻറ്റിനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസിനെ കുറിച്ച് നമുക്കൊരു ചോദ്യം വരാറുണ്ട്. ഏതൊക്കെയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസ് എന്ന ചോദ്യം? 3 ഓർഗൻസ് ആണുള്ളത്. നമുക്ക് മനുഷ്യന്മാർക്ക് കൈ, കാല്, തല, കണ്ണ് ഒക്കെ പറയുന്ന പോലെ എന്തുണ്ട്? ഗവൺമെൻറ്റിനും ഓർഗൻസ് നമുക്കുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസ് ഏതൊക്കെയാണ്? 3 എണ്ണമാണ് ഉള്ളത്. അത് പഠിച്ചു വെച്ച് ഏതൊക്കെയാണത്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. മലയാളത്തിൽ നമ്മൾ നിയമനിർമ്മാണ സഭ, നിയമങ്ങൾ നിർമ്മിക്കുന്ന സഭ. രണ്ടാമത്തേത് കാര്യനിർവഹണ സഭ, കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന സഭ. മൂന്നാമത്തേത് എന്താണ്? നീതിന്യായ സഭ. ഇങ്ങനെ 3 രീതിയിൽ നമ്മൾ തരംതിരിക്കാറുണ്ട്. ഈ 3 മേഖലകളും അല്ലെങ്കിൽ ഈ 3 ഓർഗൻസ് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചു വെച്ച് പോകണം. അതായത് ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ പാർലമെന്റ് ഒക്കെ ഉണ്ടല്ലോ, ഇന്ത്യൻ പാർലമെന്റ് ഒക്കെയാണ് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാറുള്ളത്. അതായത് മേക്കേഴ്സ് ദ ലോസ് ടു ദ കൺട്രി, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്ന സഭയാണ് ഇത് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ലെജിസ്ലേച്ചർ എന്താണ്? നിയമങ്ങൾ ഉണ്ടാക്കുന്ന സഭ. രണ്ടാമത്തെ ഏതാണ്? എക്സിക്യൂട്ടീവ്. ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഒരു സഭയുണ്ടല്ലോ, അതായത് ഇംപ്ലിമെന്റ്സ് ലോസ് ആൻഡ് റൺസ് ദ ഗവൺമെന്റ്. അതിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? നമ്മുടെ IAS, IPS ഉദ്യോഗസ്ഥരൊക്കെ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? രണ്ടാമത്തെ വിഭാഗത്തിലാണ്, എക്സിക്യൂട്ടീവ് വിഭാഗത്തിലാണ്. അതിൻ്റെ മൂന്നാമത്തെ വിഭാഗം അല്ലെങ്കിൽ മൂന്നാമത്തെ ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ ജുഡീഷ്യറിയാണ്, നമ്മുടെ കോടതികൾ. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതിയാണ് ഇത്, സുപ്രീം കോടതി. അതുപോലെ നമുക്ക് ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, കുടുംബ കോടതികൾ, സിവിൽ കോടതികൾ, ഒരുപാട് കോടതികൾ അല്ലെങ്കിൽ ഒരുപാട് കോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് എന്ത്? ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ച് പോണേ. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ലെജിസ്ലേച്ചർ എന്താണ്? ലെജിസ്ലേച്ചർ? നിയമസഭ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയുടെ ഡ്യൂട്ടികൾ, അവരുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്? ദ ലെജിസ്ലേച്ചർ ഈസ് എ ലോ മേക്കിംഗ് ബോഡി. അവരെന്താണ്? ലോ മേക്ക് ചെയ്യുന്ന ബോഡിയാണ്. ഫോർ ദ ഗവൺമെൻറ്. ഇറ്റ് ഡിബേറ്റ്സ്, പാസസ് ആൻഡ് അമെൻഡ് ദ ലോസ് ആൻഡ് റെപ്രസെൻറ്റ് ഫോർ ദ പീപ്പിൾ. എന്താണ്? അവർ ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഒരു നിയമം ഉണ്ടാക്കുന്ന സ്ഥലമാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആ നിയമം കൊണ്ടുവരുമ്പോൾ ഒരു ഡിബേറ്റ് ഉണ്ടാവും, ചർച്ചകൾ ഉണ്ടാവും. നമ്മുടെ പാർലമെൻറ്റിലൊക്കെ ചർച്ചകൾ വരാറുണ്ട്. രണ്ടാമതായിട്ട് എന്ത് ചെയ്യും? അവരത് പാസ് ചെയ്യും. ആ നിയമം എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ വോട്ടിനൊക്കെ ഇട്ട് അത് പാസ്സാക്കും. മൂന്നാമതായിട്ട് എന്ത് സംഭവിക്കും? വേണമെങ്കിൽ ആ നിയമത്തിൽ എന്ത് ചെയ്യും? അമെൻമെൻറ്റ്. വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താം. ആൻഡ് ഫൈനലി എന്താണ്? അത് ജനങ്ങൾക്ക് വേണ്ടി ആ നിയമം കൊണ്ടുവരും. ഇതാണ് നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ നമ്മുടെ നിയമസഭകൾ അല്ലെങ്കിൽ പാർലമെൻ്റ് ഒക്കെ വരുന്നത് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തേത് എക്സിക്യൂട്ടീവ് ആണ്. എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ എന്താണ്? എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെൻറ്റിങ്. നമ്മുടെ നിയമനിർമ്മാണ സഭ ഉണ്ടാക്കിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ആരാണ്? അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് ആണ് അല്ലേ? ആൻഡ് എൻഫോഴ്സിങ് ദ ലോസ് മെയ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചർ ഉണ്ടാക്കിയ നിയമം നടപ്പിലാക്കുന്നത് ഇവരാണ്. ഇറ്റ് മാനേജസ് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻസ് ഡീൽ ചെയ്യുന്ന ആരാണ്? ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വിഭാഗമാണ്. നമ്മുടെ IAS, IPS, IFS ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. സിവിൽ സർവൻസ് എന്ന് വിളിക്കുന്നവരൊക്കെ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വരിക. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്ത് എക്സാം എടുത്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ല മാർക്കാണ്, ഫുൾ മാർക്ക് നമുക്ക് വാങ്ങിക്കണം. എന്തായാലും പഠിച്ചു വെച്ച് പോകണം. പിന്നെ എന്താണ്? മൂന്നാമത്തേത് ജുഡീഷ്യറി. എന്താണ് ജുഡീഷ്യറി? നമ്മുടെ കോടതികളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ജുഡീഷ്യറി ഇൻ്റർപ്രറ്റ്സ് ദ ലോസ്, നിയമങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. സെറ്റിൽസ് ഡിസ്പ്യൂട്ട്, തർക്കങ്ങൾ ഉണ്ടാവും, അത് പരിഹരിക്കും. ആൻഡ് പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ദി സിറ്റിസൺസ്. സിറ്റിസൺസിൻ്റെ, നമ്മളെ പോലുള്ള ആളുകളുടെ എന്താണ് അവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? കോടതിയാണ്. നമ്മുടെ അവകാശങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ കോടതി നമ്മുടെ കൂടെ ഉണ്ടാവും. ആൻഡ് എൻഷുർ ദ ജസ്റ്റിസ് ഈസ് ഡെലിവേർഡ് ഫെയർലി. ജസ്റ്റിസ് എന്ത് ചെയ്യണം? ഫെയർ ആയിട്ട് നമുക്ക് തരണം. നമുക്ക് വേണ്ട നീതികൾ ഫെയർ ആയിട്ട് നമുക്ക് തന്നേ പറ്റുള്ളൂ. എവരി വൺ ഫോളോസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ലോ. നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? കോൺസ്റ്റിറ്റ്യൂഷനും നിയമങ്ങളും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഈ 3 ഓർഗൻസ് പഠിച്ച് സെറ്റായിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? എക്സാമിന് പോകാൻ. അടിപൊളിയായിട്ട് പഠിക്കുക, ഫുൾ മാർക്ക് നമ്മൾ വാങ്ങിക്കണം. ഓക്കെ. ഒരു രാജ്യത്ത് ഗവൺമെൻറ് വളരെ പ്രധാനപ്പെട്ടതാണ്.
ഏത് രാജ്യമായിക്കോട്ടെ അവിടെ ഗവൺമെൻറ് നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ നമുക്കൊരു ഗവൺമെൻറ് ഉണ്ട്, അമേരിക്കയിൽ ഒരു ഗവൺമെൻറ് ഉണ്ട്, ചൈനയിൽ ഒരു ഗവൺമെൻറ് ഉണ്ട്. അങ്ങനെ ഓരോ രാജ്യങ്ങളിലും ഓരോ ഗവൺമെൻറ് നമുക്ക് കാണാൻ പറ്റും. ഈ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യണം? എന്താണ് ഒരു ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് പഠിച്ചു വെച്ച് പോകണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഫുൾ മാർക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ഒരു രാജ്യത്തുള്ള ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് നോക്കിയാലോ. അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? മേക്സ് ആൻഡ് എൻഫോഴ്സ് ലോസ്, നിയമങ്ങൾ നിർമ്മിക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഒരു ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്, ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും. രണ്ടാമത്തേത് എന്താണ്? മെയിൻറ്റെയിൻസ് ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനപാലം നിലനിർത്താം. നാടുകളിൽ അക്രമങ്ങളും അഴിമതികളും കൊള്ളയും കൊലപാതകവും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നിലക്ക് നിർത്താൻ എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. ഗവൺമെൻറ് അത് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മൂന്നാമതായിട്ട് എന്താണ്? പ്രൊവൈഡ് പബ്ലിക് സർവീസസ്, പൊതു സർവീസുകൾ തരിക. അതായത് ഗവൺമെൻറ്റിൻ്റെ പേരിലുള്ള ബസ്, ഇപ്പം നമ്മുടെ കേരളം നോക്കുകയാണെങ്കിൽ KSRTC ബസ്, അതുപോലെ എന്താണ് നമുക്ക് സ്കൂളുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റീസ്, ഇങ്ങനെയൊക്കെ ഗവൺമെൻറ് നമുക്ക് പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യണം, അരി തരണം, പഞ്ചസാര തരണം, റോഡ് ഉണ്ടാക്കി തരണം. ഇങ്ങനെ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഓരോരോ സർവീസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇതൊക്കെ ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇത് എന്തായാലും പഠിച്ചു വെച്ച് പോകണം, നിർബന്ധമായിട്ട് പഠിച്ചു വെച്ച് പോകണം. പിന്നെന്താണ്? പ്രൊമോട്ട്സ് വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ്, ഒരു രാജ്യത്തുള്ള ക്ഷേമവും അതുപോലെ ഡെവലപ്മെൻറ്റ്, വികസനവും അവർ നോക്കണം. കാരണം ഓരോ രാജ്യത്ത് എന്ത് വേണം? വെൽഫെയർ വേണം. ആളുകൾക്ക് പെൻഷൻ കൊടുക്കണം, വീട് കൊടുക്കണം, അതുപോലെ കുടിവെള്ളം എത്തിക്കണം, ഹോസ്പിറ്റലുകൾ, വീടുകൾ, റോഡുകൾ, ബ്രിഡ്ജുകൾ, ഇങ്ങനെ പല കാര്യങ്ങളും നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയാൽ എന്തുണ്ടാവുള്ളൂ? ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ആര് തരണം? നമ്മുടെ ഗവൺമെൻറ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? പ്രൊട്ടക്റ്റ് സോവറിനിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് ദ സ്റ്റേറ്റ്, ഒരു രാജ്യത്തിൻ്റെ സോവറിനിറ്റി, പരമാധികാരം പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓരോ രാജ്യങ്ങൾക്കും പരമാധികാരമുണ്ട്, അത് അവർ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെന്താണ്? അവിടെ എന്ത് ചെയ്യണം? യൂണിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. നമ്മുടെ ഇന്ത്യയിൽ പല ജാതിയിലും മതത്തിലും പെട്ട ആളുകളുണ്ട്, പല ഭാഷ സംസാരിക്കുന്നവരുണ്ട്. എല്ലാവരും എന്ത് ചെയ്യണം? യൂണിറ്റി, എല്ലാവരും ഒന്നിച്ച്, എല്ലാവരും ഒരുമയോടുകൂടെ കൊണ്ടുപോകുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ആരുടെ ഡ്യൂട്ടിയാണ്? ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ എക്സാമിന് പോകുന്ന സമയത്ത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? റെസ്പോൺസിബിലിറ്റീസ്, വാട്ട് ആർ ദ മേജർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഗവൺമെൻറ് എന്നുള്ളത് പഠിച്ചു വെച്ച് പോകണം കേട്ടോ. കുട്ടികളെ അടിപൊളിയാക്കണം. ഓക്കേ, നിങ്ങളുടെ 6ാം ക്ലാസ്സിൻ്റെ ഏർലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫിലോസഫീസ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അതായത് നമ്മുടെ പുരാതന കാലത്ത് പഴയ ഇന്ത്യയിൽ 6ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ നിലനിന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഫിലോസഫീസിനെ കുറിച്ച് നമുക്ക് ചോദിക്കും. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് 2 ഫിലോസഫീസാണ്. നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് നിർബന്ധമായും ഈ 2 ഫിലോസഫീസിനെ കുറിച്ച് പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ആ 2 ഏതാണ്? ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത് നോക്കിയേ പറ്റുള്ളൂ. ഏതൊക്കെയാണത്? ജൈനിസവും ബുദ്ധിസവുമാണ്. ജൈന മതത്തെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചും പഠിക്കാതെ നിങ്ങൾ പോകരുത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലാക്കണം. ജൈനമതം എന്ന് പറയുന്നത് സ്ഥാപിച്ചത് ആരാണ്? പഠിച്ചു വെച്ചോ. അതിൻ്റെ ഫൗണ്ടർ ആരാണ്? വർദ്ധമാന മഹാവീര. ആരാണ്? വർദ്ധമാന മഹാവീരനാണ് ജൈനമതത്തിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു. തീർത്ഥങ്കരൻ എന്ന് വെച്ചാൽ സന്യാസി അല്ലെങ്കിൽ മോങ്സ് എന്നൊക്കെ നമ്മൾ പറയും. 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു ആര്? വർദ്ധമാന മഹാവീരൻ. അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എന്തൊക്കെയായിരുന്നു? ജൈനസത്തിൻ്റെ ഐഡിയാസ് എന്തൊക്കെയാണ്? ഓൾ തിങ്സ് ഹാവ് ലൈഫ്, എല്ലാ സാധനങ്ങൾക്കും എന്തുണ്ട്? ജീവനുണ്ട്. എല്ലാ സാധനങ്ങൾക്കും എന്തുണ്ട്? ജീവനുണ്ട്. അഹിംസ, നോൺ വയലൻസ്, ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. അഹിംസ, നോൺ വയലൻസ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് ജൈനിസമാണ്. ഡു നോട്ട് സ്റ്റീൽ, ഡു നോട്ട് ലൈ, നമ്മൾ കള്ളം പറയാൻ പാടില്ല, ഒന്നും മോഷ്ടിക്കാനും പാടില്ല. കള്ളം പറയാനും പാടില്ല, മോഷ്ടിക്കാനും പാടില്ല. ഇതൊക്കെ ജൈനിസം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. അതുപോലെ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സാധനം ഉണ്ട്. എന്താണ്? ത്രിരത്ന. എന്താണ് ത്രിരത്ന എന്ന് പറയുന്ന 3 കാര്യങ്ങൾ, 3 കോർ ഐഡിയാസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? റൈറ്റ് ബിലീഫ്,
റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ. റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ. ഈ 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ജൈനിസത്തിന്റെ ഭാഗമായിട്ട് പഠിച്ചു വെക്കണം. ഇനി ബുദ്ധമതത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ നോക്കണം? ബുദ്ധമതം സ്ഥാപിച്ചത് ആരാണ്? ഗൗതമ ബുദ്ധനാണ്. ബുദ്ധമതം സ്ഥാപിച്ചത് ഗൗതമ ബുദ്ധനാണ്. ഗൗതമ ബുദ്ധന്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥ എന്നായിരുന്നു. അദ്ദേഹം ജനിച്ചത് നേപ്പാളിലെ ലുംബിനിയിലാണ് അദ്ദേഹം ജനിച്ചത്. നേപ്പാളിലെ ലുംബിനിയിലാണ് അദ്ദേഹം ജനിച്ചത്. അതുപോലെ നോക്കാം, അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് ഉണ്ടായത്, അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത് എവിടെ വെച്ചാണ്? ബോധ് ഗയ ഇൻ ബീഹാർ. അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് ഉണ്ടായത് ബോധ് ഗയ, ബീഹാറിലെ ബോധ് ഗയയിൽ വെച്ചാണ്. അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത്. അദ്ദേഹം വളരെ റിച്ച് ആയിരുന്നു, വലിയ രാജകുടുംബത്തിലെ ആളായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ആ രാജകുടുംബത്തിലെ ആ സ്വർഗീയമായിട്ടുള്ള അല്ലെങ്കിൽ രാജകീയമായിട്ടുള്ള പദവികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തിരിച്ചു. അദ്ദേഹത്തിന്റെ ഐഡിയാസ് എന്തൊക്കെയായിരുന്നു? ഡു നോട്ട് ഹാം, ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. ഡു നോട്ട് ലൈ, കള്ളം പറയാൻ പാടില്ല. പിന്നെ ബി ഹോണസ്റ്റ്, നമ്മൾ ഭയങ്കര ഹോണസ്റ്റ് ആയിരിക്കണം. ഡു നോട്ട് കവർഡ് അതേഴ്സ് വെൽത്ത്, മറ്റുള്ളവരുടെ വെൽത്തുകൾ നമ്മൾ എന്ത് ചെയ്യരുത്? എടുക്കരുത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കാം, ജൈനിസവും ബുദ്ധിസവും ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് ഇത് ജൈനിസവും ബുദ്ധിസവും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് പഠിച്ചേ പോകാൻ പാടുള്ളൂ. ഓക്കേ, നമ്മുടെ ഏർലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിങ്ങൾ എക്സാമിന് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ പഠിച്ചു പോവേണ്ട ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഇത്. മഗധ റൂളിനെ കുറിച്ച് പഠിക്കണം. ഏതാണ്? മഗധ ഡൈനാസ്റ്റി അല്ലെങ്കിൽ മഗധ റൂളിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മൾ 16 മഹാജനപദങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ 16 മഹാജനപദങ്ങളിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മഗധ റൂൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മഗധ റൂൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയത്? വൈ? എന്തുകൊണ്ട് മഗധ റൂൾ പവർഫുൾ ആയി എന്ന് ചോദിച്ചാൽ അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളും കാരണങ്ങളും ഉണ്ട്. ഓരോന്നും പഠിച്ചു വെച്ചോ, എക്സാമിന് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് പോകണം. എന്താണ് മഗധ എന്തുകൊണ്ടാണ് ഈ 16 മഹാജനപദങ്ങളിൽ സ്ട്രോങ് ആയത് എന്ന് ചോദിച്ചാൽ അവർക്ക് എന്താണ്? ഹില്ലി ടെറൈൻ, അതായത് നേച്ചുറൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഹില്ലുകൾ ഉണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഒരുപാട് ഹില്ലുകൾ അല്ലെങ്കിൽ മൗണ്ടെയിൻസുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പർവ്വതങ്ങളും കുന്നുകളും ഉണ്ടായിരുന്നു. ഇത് പലപ്പോഴും ശത്രു രാജ്യത്തിൽ നിന്നും പ്രൊട്ടക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഈ മഗധ രാജ്യത്തിന് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ആ നേച്ചുറൽ പ്രൊട്ടക്ഷൻ ആയിരുന്നു ആ രാജ്യത്തിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. യുദ്ധം, മറ്റു രാജ്യങ്ങളൊന്നും അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ അത്ര പെട്ടെന്ന് ആവില്ല. രാജ്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനും അത്ര പെട്ടെന്ന് പോസിബിൾ അല്ല. രണ്ടാമത് എന്താണ്? ഫെർട്ടൈൽ ലാൻഡ്, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് അല്ലെങ്കിൽ കൃഷി മെച്ചപ്പെടുന്ന നല്ല മണ്ണ് അവിടെ ഉണ്ട്. നല്ല ഫെർട്ടൈൽ ലാൻഡും അതുപോലെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയും ഉണ്ട്. നല്ല കൃഷി അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ്? സ്ട്രോങ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് റൂൾ, വളരെ സ്ട്രോങ് ആയിട്ടുള്ളതും അടിപൊളിയായിട്ടുള്ളതും ഒരു ഓർഗനൈസേഷൻ അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഈസ് വെരി വെരി സ്ട്രോങ്. അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അടിപൊളിയായിരുന്നു. പിന്നെ പവർഫുൾ ആർമി അല്ലേ? പവർഫുൾ പീപ്പിൾ മേക്ക് പ്ലേസസ് പവർഫുൾ എന്ന് പറയുന്ന പോലെ ദേ ഹാവ് പവർഫുൾ ആർമി. അവർക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ആർമി ഉണ്ടായിരുന്നു, നല്ല സൈന്യം ഉണ്ടായിരുന്നു. പിന്നെ കൺട്രോൾ ഓഫ് ട്രേഡ് ആൻഡ് റിസോഴ്സസ്, അവരവിടുത്തുള്ള റിസോഴ്സസിനെയും അവിടെയുള്ള എന്താണ് അതുപോലെ എല്ലാ കാര്യങ്ങളെയും, ട്രേഡിനെയും വാണിജ്യങ്ങളെയും കച്ചവടങ്ങളെയും അവർ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തിരുന്നു. ഇവരുടെ തലസ്ഥാനം ഏതാണ്? ഇവരുടെ തലസ്ഥാനം, ക്യാപിറ്റൽ എവിടെയാണ്? ഇറ്റ് ഈസ് രാജഗൃഹ. എവിടെയാണ്? രാജഗൃഹമാണ് എന്ത്? മഗധയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ നോക്കുക, ഈ 16 എണ്ണത്തിലും ദിസ് ഇസ് എ മോസ്റ്റ് പ്രോമിനന്റ് വൺ ഏതാണ്? മഗധയാണ്. 16 മഹാജനപദത്തിലും മോസ്റ്റ് പ്രോമിനന്റ് അതാണ്. അതുപോലെ ദേ ഹാവ് സ്ട്രോങ് ആർമി. നമ്മൾ പറഞ്ഞു ദേ ഹാവ് സ്ട്രോങ് ആർമി. ഗംഗ ആൻഡ് ട്രിബ്യൂട്ടറി റിവേഴ്സ്, ഗംഗയും അതിൻ്റെ ട്രിബ്യൂട്ടറി നദികളും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ജലസേചന സൗകര്യം മഗധയ്ക്ക് പ്രൊവൈഡ് ചെയ്തു. ആൻഡ് പ്രസൻസ് ഓഫ് അയൺ ഓർ, ഇരുമ്പയിരിൻ്റെ സ്വാധീനം. ഒരു രാജ്യത്ത് ഇരുമ്പയിരുണ്ടെങ്കിൽ, അയൺ ഓറുകൾ ഉണ്ടെങ്കിൽ ആ രാജ്യം കുറച്ചും കൂടെ അടിപൊളിയാണ്. ആൻഡ് പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ്, അവർ അഗ്രികൾച്ചറിലും ട്രേഡിലും വളരെ മെച്ചപ്പെട്ട ആളുകളായിരുന്നു. ക്യാപിറ്റൽ എവിടെയാണ്? രാജഗൃഹ ഇൻ ബീഹാർ. പിന്നീട് അത് എന്ത് ചെയ്തു? പാടലിപുത്ര, നമ്മുടെ പാറ്റ്നയിലേക്ക് മാറ്റി. പാടലിപുത്ര അതായത് പാറ്റ്നയിലേക്ക് മാറ്റി. അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട രാജാക്കന്മാരായിരുന്നു? ബിംബിസാരൻ, അജാതശത്രു, മഹാപദ്മനന്ദ, ധനനന്ദ. ഈ 4 പേരുകളുടെ പേരുകൾ കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോ. ഇവരാണ് പ്രധാനപ്പെട്ട മഗധയിലെ 4 ലീഡേഴ്സ്. അപ്പം നിങ്ങൾ മഗധയുടെ റൈസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് മഹാജനപദയിൽ മഗധ ഇത്രയും അടിപൊളി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ എഴുതണം. എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു ഭാഗമാണത്. സെറ്റ് ചെയ്ത് പഠിക്കുക, അടിപൊളിയാക്കുക. ഓൾ ദ ബെസ്റ്റ്.